എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശം ദൗർഭാഗ്യകരമായി പോയെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ടപ്പോ കൂട്ടക്കരച്ചില് ഇടതുവശത്താണ്. വലിയ സങ്കടം. മുഖ്യമന്ത്രി വരെ സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയതിലാണ് വലിയ ഷോക്ക്. സത്യത്തില് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ബി.ജെ.പി ഒരാള് കോൺഗ്രസിലേക്ക് പോകുമ്പോ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ നടക്കുന്ന ഈ സമയത്ത് CPM സന്തോഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ വിട്ടത് ബി.ജെ.പി എന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്ക് ആയതുകൊണ്ട് ഇല്ലാത്ത ദോഷമില്ല. 2 ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞുകൊടുത്താണ് ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല. പിന്നെ ഒരു തകരാറ് പാണക്കാട് പോയതിനാണ്. അതിന് പാണക്കാട് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിന് തങ്ങൾക്ക് വരെ കുറ്റം. തങ്ങന്മാരൊന്നും ഒരു പൊസിഷനിലും വരുന്നവരല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങൾക്കോട്ട് ആവശ്യമില്ല. അവര് ഈ നാട്ടിൽ ചെയ്യുന്ന സേവനം എല്ലാവർക്കും അറിയാം. ഇപ്പൊ തന്നെ മുനമ്പം വിഷയത്തില് ഇന്ന് ഈ കേരളത്തില് ആ വിഷയം കത്താതെ നോക്കുന്നു. ഇപ്പൊ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക. വർഗീയ പ്രശ്നങ്ങൾ കത്തിച്ചാൽ അങ്ങനെ ഇരിക്കും. കാണുന്നില്ലേ? ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മണിപ്പൂരിൽ ഇപ്പോ ഈ ബി.ജെ.പി അവരവിടെ ഭരിക്കുന്നു. അവിടെയുള്ള ന്യൂനപക്ഷ, അത് വേറൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? വലിയ തോതില് രാജ്യം തന്നെ ഞെട്ടിധരിച്ച നിലയിലാണുള്ളത് മണിപ്പൂരിലോ. ഗവൺമെന്റിന് പറ്റാത്തത് പാണക്കാട്ടെ തങ്ങൾ ചെയ്യുന്നതിലുള്ള അസൂയയാണ് മുഖ്യമന്ത്രിക്ക്. മുനമ്പം വിഷയത്തിലടക്കം മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സാദിഖ് അലി തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് പാണക്കാട് തങ്ങന്മാരുടെ സ്ഥാനമെന്നും ഗവൺമെന്റിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് പ്രധാനം. അപ്പോ ആരെങ്കിലും സന്ദീപ് വാര്യർ ഇന്ന് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പാണക്കാട് വന്നു പോയാൽ അത് വലിയ സംഭവം തന്നെയാണ്. അതിന്റെ മെസ്സേജ് വളരെ നല്ലതുമാണ്. ആ മെസ്സേജിന് വലിയ ഇമ്പാക്റ്റും ഉണ്ടാവും. അത് സൗഹൃദത്തിന്റെ ഒരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം, സാദിഖ് അലി ശിഹാബ് തങ്ങള് പഴയ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ്. അത് സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നായിപ്പോയി. അത്തരം ഇനിയിപ്പോ ഒരു അധികാര സ്ഥാനത്തും വരാത്ത ഇത്തരം നല്ല പ്രവർത്തനങ്ങളായി നടക്കുന്ന പാണക്കാട് തങ്ങന്മാർക്ക് ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.